ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം, കുട്ടികൾക്ക് ജോലി വേണം. വരാൻ വൈകിയെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇത് വളരെ ഫാസ്റ്റ് പോകണമെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞതിനെ പറ്റി നമ്മൾ വൺസ് ഇറ്റ് ഈസ് ഗോൺ ഫോർ എവർ. തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ഇത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുത് തുടങ്ങാം, അതല്ലെങ്കിൽ ഇത് തന്നെ നടക്കാം. അടുത്ത ഓപ്പണിംഗ് ഞങ്ങളുടെ കേരളത്തിലെ കോട്ടയത്തായിരിക്കും. പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. നമസ്കാരം. കോഴിക്കോട്ടെ എല്ലാ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി. ഇവിടെ വന്നതിൽ 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള കേരളത്തിൻ്റെ 6ാമത്തെ പ്രൊജക്റ്റ്, 11ാമത്തെ ഇന്ത്യയിലെ പ്രൊജക്റ്റാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഉദ്ഘാടനം ചെയ്തത്. ഇതിന് സാഹചര്യമൊരുക്കിയ എല്ലാവർക്കും, കോർപ്പറേഷനും ഗവൺമെൻറ്റിനും, വിശിഷ്യ എന്നിവിടെ വന്ന എല്ലാ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലത്തിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നേതാക്കൾക്കും ഞാൻ നന്ദി പറയുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ പ്രൊജക്റ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതിൻ്റെ ജനങ്ങളുടെ ഏറ്റെടുക്കലിനനുസരിച്ച് കൊച്ചിയും തിരുവനന്തപുരവും അതിലൊരു വലിയ മാൾ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഉടൻ തന്നെ അതിൻ്റെ പണിപ്പുര ആരംഭിക്കുകയാണ്. ഇന്നലെ ഞങ്ങളുടെ ഇൻറ്റേർണൽ മീറ്റിങ്ങിൽ ഞങ്ങളതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. സ്ഥലവും മറ്റ് കാര്യങ്ങളും നോക്കി അത് വളരെ ദ്രുതഗതിയിൽ തുടങ്ങാൻ തന്നെയാണ് പരിപാടി. 2000 ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റും മറ്റ് ഷോപ്പുകളും കൂടിയിട്ട് 2000 യുവാക്കൾക്ക് ഇവിടെ ജോലിയുണ്ട്. ജോലി കൊടുക്കുക എന്നതാണ് കച്ചവടത്തോടു കൂടി ഞങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവരെ ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തു. കൊച്ചിയിലും തിരുവനന്തപുരത്തും മറ്റ് സ്ഥലങ്ങളിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അടുത്ത ഓപ്പണിംഗ് ഞങ്ങളുടെ കേരളത്തിലെ കോട്ടയത്തായിരിക്കും. പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കോട്ടയത്ത് ഒരു 3 മാസത്തിനുള്ളിൽ കോട്ടയത്തെ ഞങ്ങളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് ഞങ്ങളുടെ ഫിസിബിലിറ്റി സ്റ്റഡി, വേയബിലിറ്റി സ്റ്റഡി അതനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് അത് ഞങ്ങൾ മാൾ തുടങ്ങുകയും ജോലി കൊടുക്കുകയും ചെയ്യുന്നതും അത് ലാഭകരമായി നടത്താൻ പറ്റുമോ എന്നുള്ള ഫിസിബിലിറ്റി സ്റ്റഡിയുടെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളത് തീരുമാനമെടുക്കുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളൊരു ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്. നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ജനാധിപത്യ രാഷ്ട്രമായാലും ശരി, മറ്റു ഭരണം നടത്തുന്ന രാജ്യങ്ങളിലായാലും ശരി, നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ വലിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 800 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഞങ്ങളത് ചിന്തിക്കുമല്ലോ. അതിനൊരു ലീഗൽ ഫേമിനെ വെച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഞങ്ങൾ നീങ്ങുക. അതിന് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ആ തടസ്സങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ 1 ആയിട്ടുണ്ട്. അതിന് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും. കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ 1 ആണല്ലോ ഇപ്പോൾ കേരളം. നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ 1 ആണ്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് കേട്ടോ. രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക്. ഞാൻ പേപ്പറിലെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബുള്ളറ്റിൻ അനുസരിച്ച് കേരള ഈസ് വൺ ഓഫ് ദി ഈസി ഡൂയിങ് ബിസിനസ് നമ്പർ 1. അപ്പോൾ ആ നിലയ്ക്ക്
ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം, കുട്ടികൾക്ക് ജോലി വേണം. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ ഒരുപാട് പുരോഗതി വരുന്നുണ്ട്. അതോടുകൂടി തന്നെ അവിടുത്തെ നാഷണൽസിനും ജോലി വേണം. അപ്പോൾ ഇവിടെ കൂടുതൽ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ വരേണ്ടത് ഭാവി തലമുറക്ക് ആവശ്യമാണ്. അത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതിലൊരു ഭാഗവാക്കാകും. ഇപ്പോൾ 25,000 ആളുകൾക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന സൈബർ ട്വിൻ ടവർ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ട്വിൻ ടവറാണ് ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് കൊച്ചിയിൽ വരുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ്. അങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിലാണ് ഇൻ്റർനാഷണൽ IT കമ്പനികൾ ഇവിടെ വന്ന് തുടങ്ങുള്ളൂ. കാരണം അവർക്ക് അവരിവിടെ വന്ന് സ്ഥലമെടുത്ത് ബിൽഡിംഗ് കൊടുത്തിട്ടൊന്നും അവർ വരില്ല. അപ്പോൾ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി വരുന്നത്. അതുകൂടാതെ കളമശ്ശേരിയിൽ ഇപ്പോൾ അടുത്ത് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടും. ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ്, അതുകൂടാണ്ട് ഞങ്ങൾ ഈ ഫുഡ് പ്രോസസ്സിങ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ ഞങ്ങളുടെ 250 ഹൈപ്പർ മാർക്കറ്റ് GCCയിലും ഈജിപ്തിലും ഫാർ ഈസ്റ്റിലൊക്കെ ഉള്ളപ്പോൾ അവിടേക്ക് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്ലോഗൻ, അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫുഡ് പ്രോസസ്സിങ് തുടങ്ങുന്നത്. അത് ഇന്ത്യയിലെ പല ഭാഗത്ത് ഇപ്പം ഉണ്ട്, ഇനിയും തുടങ്ങും. വരാൻ വൈകിയെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇത് വളരെ ഫാസ്റ്റ് പോകണമെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞതിനെ പറ്റി നമ്മൾ വൺസ് ഇറ്റ് ഈസ് ഗോൺ ഫോർ എവർ. തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ഇനിയിപ്പോൾ നേരം വൈകി എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇരുന്ന് അതിനുള്ളൊരു ഐഡിയ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ടേ അത് തീരുമാനിക്കുള്ളൂ. ഇതാണ്ട് ഇത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുത് തുടങ്ങാം, അതല്ലെങ്കിൽ ഇത് തന്നെ നടക്കാം. ഇതിന് ഞങ്ങൾ കാർ പാർക്കിങ്ങിന് കൂടുതൽ സ്ഥലം, കാരണം ഞാൻ ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സ്ഥലം അപ്പുറത്തുള്ള സ്ഥലം. പക്ഷെ അത് നോക്കുമ്പോൾ റോഡ് കൺജഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ സഫീഷ്യൻറ്റ് കാർ പാർക്കിംഗ് വേണം. അപ്പോൾ ഈ മാളിൻ്റെ ഡബിൾ, ഒരു ഫിസിബിലിറ്റി സ്റ്റഡി അനുസരിച്ച്, ട്രാഫിക് ഇമ്പാക്റ്റ് സ്റ്റഡി അനുസരിച്ച് ഇപ്പോഴുള്ള ഷോപ്പിംഗ് മാളിനേക്കാൾ ഇപ്പോഴുള്ള പാർക്കിനേക്കാൾ ഡബിൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വഴിയിൽ കൺജഷൻ ഇല്ലാണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് വൺ ഓഫ് അവർ ഡ്രീം പ്രൊജക്റ്റ് ദാറ്റ് വി ഇനാഗുറേറ്റഡ് ടുഡേ. ഇറ്റ്സ് അബൌട്ട് 350,000 square feet. 2,000 young boys and girls are working here. I am very happy to give employment to my fellow citizens, Indian, and particularly in Keralais. You invest more in India in the future? Yes, our India's biggest shopping mall is in Ahmedabad. We already got the land. Now the designing is going on. Because Ahmedabad, where I spent 4.5 years, and I brought up in Ahmedabad, so it's my responsibility to start there. So getting needed support from the central government also? I am getting full support from the central government and the Ministry of Commerce and also all the ministries of central government. Because you know that in Lucknow, our expectation was 30,000 people. Now more than 65,000 people are coming to our shopping mall in Lucknow. So the people of Uttar Pradesh are very happy, and they are coming every day, average 40 to 50,000 people. And also in Hyderabad, very good footfall, and we are expecting in some other places to be announced later.